നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ ശവസംസ്കാരത്തിന് ചിരട്ടയില്ല. പ്രതിഷേധിച്ച് ബന്ധുക്കളും നാട്ടുകാരും. കോർപ്പറേഷൻ്റേത് തികഞ്ഞ അനാസ്ഥയെന്ന് MP ജയരാജൻ. മൃതദേഹങ്ങളുമായി എത്തിയവർ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. കോർപ്പറേഷന്റെ അധീനതയിലുള്ള പയ്യാമ്പലം ശ്മശാനത്തിൽ കോർപ്പറേഷന്റെ അകത്തുള്ള മൃതദേഹം സംസ്കരിക്കുന്നത് സൗജന്യമായാണ്. കോർപ്പറേഷന് പുറത്തു നിന്നുള്ളതിന് ഫീസ് ഈടാക്കുന്നുണ്ട്. ഇതിനാവശ്യമായ വിറകും ചിരട്ടയും ഇവിടെ ലഭ്യമാവണം. എന്നാൽ കുറച്ച് വിറക് മാത്രവും ചിരട്ടയില്ലാത്ത അവസ്ഥയുമാണ്. മൃതദേഹവുമായി വരുന്നവർ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. മൃതദേഹത്തോടുള്ള തികഞ്ഞ അനാദരവാണിത്. കോവിഡ് കാലത്തും IRPCയുടെ വളണ്ടിയർമാർ മൃതദേഹം അടക്കം ചെയ്യാൻ തയ്യാറായപ്പോൾ അത് കോർപ്പറേഷൻ നിർത്തലാക്കി. ഇതെല്ലാം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുടെ തികഞ്ഞ ഉദാഹരണമാണ്, MP ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ ചിരട്ട ഉണ്ടായാൽ മാത്രമേ മൃതദേഹം അത് ശരിയായ വിധത്തിൽ അടക്കം ചെയ്യാൻ കഴിയുള്ളൂ, സംസ്കരിക്കാൻ കഴിയുള്ളൂ. വിറക് മാത്രം കൊണ്ട് അത് കത്തിക്കാൻ കഴിയില്ല, അത് ശാസ്ത്രീയമാവുകയില്ല. കാരണം ഈ മൃതദേഹം ചെതയിൽ വെച്ചാൽ അടിയിൽ നിന്ന് ഈ മരമടക്കം കത്തണമെങ്കിൽ, വിറകടക്കം കത്തണമെങ്കിൽ ചിരട്ട അവിടെ 4-5 സ്ഥലത്ത് കത്തിച്ച ചിരട്ട അവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. ചിരട്ടയില്ല. ഞങ്ങളിവിടെ വന്നു നോക്കുമ്പോൾ 3 മൃതദേഹം, ഒന്ന് പള്ളിക്കുന്ന്, അതിരകം, അലവിൽ, ഈ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചിരട്ടയില്ല. അപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരൻ ഇവരോട് പറയുന്നത് ചിരട്ടയില്ല, എന്താ ചെയ്യാൻ കഴിയുക? ഏതാണ്ട് 2 മണിക്കൂർ നേരത്തോളം മൃതദേഹം അനാഥമായി ഇവിടെ കിടക്കുകയാണ്. പണ്ട് കോവിഡ് കാലത്തുണ്ടായതുപോലെ. കോവിഡ് കാലത്ത് IRPCയുടെ വളണ്ടിയർമാർ, പരിശീലനം നേടിയവർ, അവർ മൃതദേഹം ഇവിടെ അടക്കം ചെയ്യാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു, സന്നദ്ധ പ്രവർത്തനം. പക്ഷേ അത് കോർപ്പറേഷൻ നിർത്തലാക്കി. കോർപ്പറേഷനാണെങ്കിൽ പരിശീലനം നേടിയ ആളുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മൃതദേഹം ഇവിടെ എത്തിയിട്ട് അടക്കം ചെയ്യാണ്ടായി. കാരണം കോർപ്പറേഷൻ്റെ ഉത്തരവ് ഇവിടെ ചുമതലക്കാരന് നിറവേറ്റാതിരിക്കാൻ കഴിയുകയില്ല. അവസാനം ഞങ്ങൾ തന്നെ അന്ന് വന്ന മൃതദേഹം, IRPCയുടെ വളണ്ടിയർമാർ, പ്രത്യേക വസ്ത്രം ധരിച്ചവർ, ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് എടുത്ത് ചതയിൽ വെച്ച് എന്നിട്ടടക്കം ചെയ്യുകയാണ് ചെയ്തത്. ഏതാണ്ട് അതേ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. കോർപ്പറേഷൻ്റെ തികഞ്ഞ അനാസ്ഥ. ചിരട്ട കൊടുത്താലേ ശവസംസ്കാരം നടത്തൂ എന്നുള്ളത് കോർപ്പറേഷൻ കാണിക്കുന്ന അനീതിയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ ആവശ്യം പലതവണ കോർപ്പറേഷനിൽ പറഞ്ഞുവെന്നും അതിരകൻ ഡിവിഷൻ കൗൺസിലർ ET സാവിത്രി പറഞ്ഞു. ഇതിപ്പം എൻ്റെ ഡിവിഷനിലെ ഒരു പ്രായ അമ്മ മരിച്ചു. അപ്പോൾ അവരെ ബോഡി കൊണ്ട് ഞാൻ കത്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എത്തിയെടുത്താണ് ഇവിടെ നമ്മളെ കൂടെ വന്ന ഒരു നാട്ടുകാരെ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ചേട്ടൻ മേടിച്ചു കൊടുക്കണം, ചേട്ടൻ മേടിച്ചു കൊടുത്താലേ സംസ്കാരം നടത്തുമെന്ന്. എത്ര അനീതിയാണിത്! ഒരു പ്രായം ഒരാൾ ഒരു അന്ത്യയാത്രക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഒരുക്കേണ്ട കോർപ്പറേഷനല്ലേ, അതവർ ഉത്തരവാദിത്തമാണല്ലോ. അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇവിടത്തേക്ക് ബോഡി കൊണ്ടുവരും? അപ്പോൾ അതിന് എന്തായാലും നല്ല ശക്തമായ നടപടി വേണം. നമ്മൾ കൃത്യമായി എത്രയോ പ്രാവശ്യം കോർപ്പറേഷൻ യോഗത്തിൽ പറഞ്ഞതായത്, പക്ഷെ അതിനൊരു നടപടി ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.